चंडिके देवी दुरितावहे
ഇടയ്ക്ക് ഞങ്ങളിങ്ങ് പോകുന്നതെന്ന് പറഞ്ഞാൽ ഒന്നും നല്ല സുഖം തോന്നില്ല. ആ ക്ഷീണം ഉണ്ടായിരുന്നു. അല്പം നേരം ഉറങ്ങണം എന്നൊരു ചിന്തയിലാണ് വന്നത്. ഇവിടെ വന്ന് കഴിഞ്ഞപ്പോൾ വണ്ടിക്കകത്ത് ഭയങ്കര ചൂട്. വണ്ടി പാർക്ക് ചെയ്തിരിക്കുന്ന സ്ഥലം കാണണം, അത് ഭയങ്കര രസമാണ്. എന്തോരം വണ്ടികളുണ്ടെന്ന് നോക്കണം. കുറച്ച് സ്ഥലത്താണ്, അതുപോലെ പല ജില്ലകളിൽ നിന്ന് വന്നിട്ടുള്ള വണ്ടികളെല്ലാം ഇതുപോലെ ഗ്യാപ്പുള്ള ഓരോ സ്ഥലങ്ങളിലായിട്ട് നമ്മളിങ്ങനെ മാറ്റി കയറിയിട്ടുണ്ട് കേട്ടോ. അത് പല സ്ഥലത്തായിട്ടാണ്. ഇതിപ്പോൾ നമ്മൾ വികാസ് ഭവൻ്റെ സമീപത്തുള്ള ഒരു എഞ്ചിനീയറിംഗ് കോളേജ്, അവിടെയാണ് ഇപ്പോൾ ഈ വണ്ടി, എൻ്റെ വണ്ടി പറിക്കുന്നത്. എൻ്റെ വണ്ടിയോടൊപ്പം വേറെ കുറേ വണ്ടികളുണ്ട്. ഇപ്പോൾ കാണിച്ചത് ഉണ്ടോ ഇവിടെ മാത്രമല്ല, വേറെ ഒരുപാട് വണ്ടികളുണ്ട്. കാരണം ഇപ്പം ടൗണിലൊന്നും വണ്ടികൾ പാർക്ക് ചെയ്യണം, സ്റ്റാൻഡിലൊക്കെ വണ്ടികൾ പാർക്ക് ചെയ്യാനൊന്നും പറ്റത്തില്ല. ഉണ്ട്, എല്ലായിടത്തും വണ്ടികൾ കിട്ടേക്കാം. വണ്ടി ഇട്ടേക്കാണ്. ഇനിയിപ്പോൾ നമുക്ക് നേരെ അങ്ങോട്ടേക്ക് പോകാം. അങ്ങോട്ടേക്ക് ഉച്ചയ്ക്ക് കൊണ്ടാൻ വേണ്ടി വിളിച്ചായിരുന്നു, അപ്പം അങ്ങോട്ട് പോകാം. ഇത് ആണ് ബിൽഡിംഗ് കണ്ട് പണിയാണ്. അതുകൊണ്ട് ബിൽഡിംഗ് കണ്ട് പണി എൻ്റെ അടിത്തറ ഭാഗമായത്. അവിടെ കണ്ട് വണ്ടി കയറ്റിയിട്ട് നല്ല കട്ട വെയിലെന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല. വെയിലാണ് അവിടെ. എങ്ങനെ ആ പൊങ്കാലിടുന്ന സ്ത്രീകളെ അവരെ സമ്മതിക്കണം. ഈ വെയിലത്തെ ഉള്ള പരിപാടി പൊങ്കാലിടില്ല, അത് അന്യായമായിരിക്കും. അത് നമുക്ക് ഇപ്പം ഒന്ന് പോയി നോക്കാം എന്താണ്. വണ്ടികൾ കിടക്കുന്നുണ്ട്, ഇഷ്ടം പോലെ വണ്ടി കിടക്കുന്നുണ്ട്. ഇത് മാർക്കോപ്പോള കേട്ടോ, മാർക്കോപ്പോള ഇട് വണ്ടിയാണ്, എനിക്കിഷ്ടമായി വണ്ടി. ഇവിടെല്ലാം വണ്ടികൾ കിടക്കില്ല. ഇവിടുന്ന് കുറേ ദൂരം നടക്കണം കേട്ടോ. ഗേറ്റ് വണ്ടികളുടെ പാർക്ക് ചെയ്യുന്നുണ്ട്. ഇത് കുറേ ദൂരം നടക്കണം, എന്നാലും അവിടെ എത്തുള്ളൂ. ഇപ്പം എനിക്ക് മാത്രമല്ല, ഒരുപാട് ആൾക്കാർ ഇതുപോലെ ഇപ്പം വണ്ടിക്കകത്ത് കുറേ ആൾക്കാർ ഇരിപ്പുണ്ട്. നടക്കാൻ, ഈ പൊരുവിൽ നടക്കാനുള്ള ബുദ്ധിമുട്ടുണ്ട്. നമ്മുടെ കണ്ടക്ടർ വിളിക്കുന്നുണ്ട്. വെയിലെന്ന് പറഞ്ഞ കട്ട വെയിൽ. വെയിലത്ത് പൊങ്കാലടുപ്പിലിരിക്കാം. ഭയങ്കര തിരക്കാണ്. ഇതൊക്കെയാണ് ഭക്തി എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു വെയിലിൽ സ്വയം മറന്ന് ഉള്ള നേർച്ചയും കാഴ്ചയൊക്കെയാണ്. നമ്മുടെ വണ്ടികളൊക്കെ റെഡിയായിട്ട് നിൽക്കുന്നു. തപ്പി നടന്ന് ഫുഡ് കഴിക്കുകയാണ്. ഇതൊക്കെയാണ് ഇപ്പോഴത്തെ ഇവിടുത്തെ അവസ്ഥ എന്ന് പറയുന്നത്. അതായത് ഇതിങ്ങനെ നടക്കുകയുള്ളൂ. ഉണ്ട്, എല്ലാവരും ക്യൂ നിൽക്കണം. വലിയ ക്യൂ ആയിരുന്നു. നിൽക്കുന്നതെല്ലാം ഉണ്ട്, പൊങ്കാലക്കലങ്ങളാണ്.
ഇനി പതുക്കെ പതുക്കെ എല്ലാവരും ലീവ് ചെയ്യും.